മഞ്ഞു വീണ വഴികളും കുഞ്ഞു കുഞ്ഞു കിളികളും മധുനഗരും ശലഭവും കൂട്ടിനായി തെന്നലും. ഇപ്പൊ സന്തോഷായില്ലേ? ഇനി നീ പാറി കളിച്ചോ. നിന്റെ പേരെന്താ? നീ അവിടെ എന്തെടുക്കുവാ? മാവിൻ കൊമ്പിലെ പൂങ്കുലയിൽ കുടിയിരിക്കണ പൂങ്കാറ്റ്. പൂങ്കുലയിൽ നീരുന്ന കുഞ്ഞു പൂവിന് നൂറൂലേ. പൂങ്കുലയിൽ ആരിരുന്നാൽ കുഞ്ഞു പൂവിന് നൂറൂല. പൂത്തുലയും പൂവിൻ മധുരം ഓർത്തിരിക്കാനാവൂല. ചുറ്റി മലയും ചുറ്റി പറന്നു വന്നൊരു പൂങ്കാറ്റ്. കാഴ്ചകൾ കണ്ടുള്ള പൂക്കളുടെ പേര് ചൊല്ലൂ പൂങ്കാറ്റ്. നീലത്താമര ചെമ്പരത്തി തെച്ചി വെച്ചത് മുല്ലപ്പൂ. ഡാലിയപ്പൂ താമരപ്പൂ മല്ലികപ്പൂ വാമ്പൽപ്പൂ. ചേല ചുറ്റി പാടിപ്പാടിയിരിക്കും നീ. പൂവിൻ മുകളിൽ പാട്ടുപാടി നൃത്തം വെക്കണതെന്തിനു നീ? പൂവിനുള്ളിൽ ഒളിഞ്ഞിരിക്കും തേൻ കുടിക്കാൻ വന്നു ഞാൻ. പൂതിയുണ്ടോ നിനക്കുമെന്റെ കൂടെ ഇങ്ങനെ പോന്നിടുവാൻ? നിന്റെ പേര് പറഞ്ഞില്ലല്ലോ. പേര് പറ. എങ്കിൽ ഞാൻ മിണ്ടില്ല. കേട്ടോ, എന്റെ പേര് ജുഗുനു. ജുഗുനു? ഹായ്, നല്ല പേര്. എന്റെ പേരെന്താണെന്ന് അറിയാമോ? ഐഷ. പൂമ്പാറ്റ പെണ്ണിനാരാ ഇത്ര ചന്തമുള്ള ഉടുപ്പുകൾ തയ്പ്പിച്ചു തന്നത്? ഞാൻ പോട്ടെ. എന്താ ഇത്ര തിടുക്കം? എന്റെ മുത്തശ്ശി എന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നിനക്ക് മുത്തശ്ശിയുണ്ട്? എന്നെ കാണാതായാൽ മുത്തശ്ശിക്ക് സങ്കടം വരും. നിന്റെ മുത്തശ്ശിക്ക് നിന്നെ കാണാതായാൽ സങ്കടം വരില്ലേ?
ആരുമില്ല. പിന്നെ ആരാ ഉള്ളത്? എനിക്ക് അമ്മായി മാത്രമേ ഉള്ളൂ. എനിക്ക് അമ്മായിയെ ഒട്ടും ഇഷ്ടല്ല. എപ്പോഴും വഴക്ക് പറയും. നിന്റെ മുത്തശ്ശി വഴക്ക് പറയുമോ? മുത്തശ്ശി എനിക്ക് പാട്ട് പാടിത്തരും, കഥ പറഞ്ഞു തരും. എന്ത് രസമാണെന്നോ. പൂമ്പാറ്റ പെണ്ണെ, നിന്റെ കൂടെ വന്നാൽ എനിക്കും മുത്തശ്ശിയെ കാണാൻ പറ്റുമോ? മുത്തശ്ശിയെ കാണാൻ കാട്ടിലൂടെ ഒത്തിരി ദൂരം പോകണം, ഒത്തിരി മലകൾ കയറണം. ഐഷക്ക് പേടിയാവും. അപ്പോ മുത്തശ്ശി എവിടെയാ? ദൂരെ ആ മല കണ്ടോ? ആ മലയുടെ പേരാണ് മുത്തശ്ശിമല. മുത്തശ്ശിമലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്. അവിടെയാണ് മുത്തശ്ശി ഉള്ളത്. ഞാൻ പോട്ടെ. എന്നിട്ട് ബാക്കി കൂടി പറ. എനിക്ക് വേഗം പോണം. ബാക്കി ഞാൻ നാളെ പറഞ്ഞു തരാം കേട്ടോ. പൂമ്പാറ്റ കുഞ്ഞ് നാളെയും വരുമോ? വരണം കേട്ടോ, ഞാൻ കാത്തിരിക്കും. നേരം വെളുക്കുമ്പോ തന്നെ കളിച്ചു നടന്നോളൂ. ഇവിടുത്തെ പണിയൊക്കെ പിന്നെ ആര് ചെയ്യും? വേഗം പോയി വെള്ളം കോരി ചൂടാക്കി വെക്ക്. എനിക്കൊന്ന് കുളിക്കണം. ഒന്ന് വേഗം കോരടി. അവിടെ ഒരു പാട്ട്. ഐഷ, മുത്തശ്ശി എനിക്ക് പാട്ട് പാടിത്തരും, കഥ പറഞ്ഞു തരും. എന്ത് രസമാണെന്നോ. ഐഷ, നീ അവിടെ എന്തെടുക്കുക? എനിക്ക് കൂട്ടിന് ആരുമില്ല. എനിക്കൊരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ. നാളെ പൂമ്പാറ്റപ്പെണ്ണ് വരുമ്പോൾ അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് എന്നെ കൂടി കൊണ്ടുപോവാൻ പറയണം. പൂമ്പാറ്റപ്പെണ്ണ് വന്നിട്ടുണ്ടോ ആവോ? പൂമ്പാറ്റപ്പെണ്ണേ, പൂമ്പാറ്റപ്പെണ്ണേ, ജുഗുനു, ജുഗുനു. പൂമ്പാറ്റയെ കണ്ടോ? പൂമ്പാറ്റപ്പെണ്ണിന് എന്ത് പറ്റിയാവോ? എവിടെയായിരുന്നടി നീ ഇത്ര സമയം? വേഗം ഇവിടുത്തെ പണികളൊക്കെ ചെയ്യേ.
കാക്കക്കറുമ്പി കാക്കക്കറുമ്പി കൊത്തിപ്പെറുക്കി നിപ്പാണോ നേരം ഇരുണ്ടതറിഞ്ഞില്ലേ നാളെ നേരത്തെ വീണ്ടും വരേണ്ടതല്ലേ നാളെ നേരത്തെ വീണ്ടും വരേണ്ടതല്ലേ കാക്കക്കറുമ്പി കാക്കക്കറുമ്പി കൊത്തിപ്പെറുക്കി നിപ്പാണോ നേരം ഇരുണ്ടതറിഞ്ഞില്ലേ നാളെ നേരത്തെ വീണ്ടും വരേണ്ടതല്ലേ നാളെ നേരത്തെ വീണ്ടും വരേണ്ടതല്ലേ കാക്കച്ചിയമ്മയ്ക്ക് നേരത്തെ പോകുവാൻ ആശയില്ലാഞ്ഞല്ലോ പൊന്നു കുഞ്ഞേ കാക്കച്ചിയമ്മയ്ക്ക് നേരത്തെ പോകുവാൻ ആശയില്ലാഞ്ഞല്ലോ പൊന്നു കുഞ്ഞേ തൊണ്ട നിറയ്ക്കാതെ പോകും ഞാൻ എങ്ങനെ മുറ്റത്തു നിന്നും പൊന്നുമനെ മുറ്റത്തു നിന്നും പൊന്നുമനെ കാക്കക്കറുമ്പി കാക്കക്കറുമ്പി കൊത്തിപ്പെറുക്കി നിപ്പാണോ നേരം ഇരുണ്ടതറിഞ്ഞില്ലേ നാളെ നേരത്തെ വീണ്ടും വരേണ്ടതല്ലേ നാളെ നേരത്തെ വീണ്ടും വരേണ്ടതല്ലേ നിന്നുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലേ നിന്നെ കാണാൻ ഞാൻ കരയുകില്ലേ നിന്നുടെ കൂടെ കിടക്കും സമയത്ത് താരാട്ടുപാടി ഉറക്കാറില്ലേ താരാട്ടുപാടി ഉറക്കാറില്ലേ നിന്നുടെ വീട്ടിൽ കുഞ്ഞുങ്ങളില്ലേ നിന്നെ കാണാൻ ഞാൻ കരയുകില്ലേ നിന്നുടെ കൂടെ കിടക്കും സമയത്ത് താരാട്ടുപാടി ഉറക്കാറില്ലേ താരാട്ടുപാടി ഉറക്കാറില്ലേ കുന്നിൻ ചെരുവിലെ മാവിന്റെ കൊമ്പത്ത് ചില്ലയിൽ നെയ്തൊരു കൂടുണ്ട് കുന്നിൻ ചെരുവിലെ മാവിന്റെ കൊമ്പത്ത് ചില്ലയിൽ നെയ്തൊരു കൂടുണ്ട് കൂട്ടിനകത്തൊരു നാലഞ്ചു കുഞ്ഞുങ്ങൾ എന്നെയും കാത്തിട്ടിരിപ്പുണ്ട് എന്നെയും കാത്തിട്ടിരിപ്പുണ്ട് കാറ്റൊന്നു വീശിയാൽ നിന്നുടെ പൈതങ്ങൾ കൂട്ടിനും തെന്നിത്തെറിക്കില്ലേ മറ്റേതോ ജീവികൾ വന്നിട്ട് നിന്നുടെ മക്കളെ കട്ടോണ്ടു പോവുകില്ലേ മക്കളെ കട്ടോണ്ടു പോവുകില്ലേ കാക്കക്കറുമ്പി കാക്കക്കറുമ്പി കൊത്തിപ്പെറുക്കി നിപ്പാണോ നേരം ഇരുണ്ടതറിഞ്ഞില്ലേ നാളെ നേരത്തെ വീണ്ടും വരേണ്ടതല്ലേ നാളെ നേരത്തെ വീണ്ടും വരേണ്ടതല്ലേ മെത്തപ്പോൾ കെട്ടിയ വീടിന്റെ ഉള്ളകം ഭംഗി നിറഞ്ഞതാണെന്റെ കുഞ്ഞേ മെത്തപ്പോൾ കെട്ടിയ വീടിന്റെ ഉള്ളകം ഭംഗി നിറഞ്ഞതാണെന്റെ കുഞ്ഞേ കാറ്റിൽ വീഴാതെയ മുത്തശ്ശിമാവിന്റെ കൊമ്പുകൾ നോക്കിടും എന്നും തന്നെ കൊമ്പുകൾ നോക്കിടും എന്നും തന്നെ ഇന്നും വരില്ലയോ എന്നുടെ വീട്ടിൽ കൊത്തിപ്പെറുക്കി നീ വൃത്തിയാക്കാൻ പുത്തനുടുപ്പിട്ട് ഞാനും വരട്ടെയോ നിന്നുടെ കുഞ്ഞിനെ ഒന്നു കാണാൻ നിന്നുടെ കുഞ്ഞിനെ ഒന്നു കാണാൻ വന്നോളൂ. കാക്കച്ചിയമ്മ പുറത്തേക്ക് പോകുമ്പോ കുഞ്ഞുങ്ങളെ ആര് നോക്കും? അതോ ഞാനില്ലാത്തപ്പോ കുഞ്ഞുങ്ങളെ അവരുടെ മുത്തശ്ശി നോക്കും. മുത്തശ്ശി അവരെ പാട്ട് പാടി ഉറക്കും. എന്തു പറ്റി? പൂമ്പാറ്റപ്പെണ്ണിന് മുത്തശ്ശിയുണ്ട്, കാക്കക്കുഞ്ഞുങ്ങൾക്കും മുത്തശ്ശിയുണ്ട്. എനിക്ക് മാത്രം മുത്തശ്ശിയില്ല. എനിക്ക് കഥകൾ പറഞ്ഞു തരാനും കൂടെ കളിക്കാനും ആരുമില്ല. മോൾ സങ്കടപ്പെടേണ്ട, മോൾക്ക് കൂട്ടുകാരായി ഞങ്ങളൊക്കെ ഇല്ലേ. സമയം സന്ധ്യയായി, മക്കൾക്ക് വിശക്കുന്നുണ്ടാവും. ഞാൻ പോട്ടെ. ആയിഷ, നീ അവിടെ എന്തെടുക്കുവാ?
കുഞ്ഞുമോളെ. ആരാ? കാട്ടിലൂടെ നടക്കും കുഞ്ഞെ, പാട്ടുപാടി നടക്കും പെണ്ണെ, ആരെ തേടി നടക്കുന്നു, ആരെ കാണാൻ പോകുന്നു? കാട്ടിലുണ്ടൊരു മുത്തശ്ശി, കഥകൾ ചൊല്ലും മുത്തശ്ശി, കൂട്ടുകൂടാൻ പോകുന്നു, കൂടെ കൂട്ടിന് പോരാമോ? നന്നായി നന്നായി. മോളുടെ പേരെന്താ? എന്റെ പേര് ആയിഷ. ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? ദാ ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്, അവിടെയാ മുത്തശ്ശി. ഓ, പൂമ്പാറ്റ പെണ്ണിന്റെ മുത്തശ്ശിയോ? മുത്തശ്ശിയെ കാണുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പോകുന്ന വഴിയിൽ കാട്ടുമൃഗങ്ങളും പല ആപത്തുകളും ഉണ്ടാകും. നീ ഒറ്റയ്ക്കാണോ പോകുന്നത്? ഇവളെങ്ങനെ കാട്ടിലെത്തി? സൂക്ഷിക്കണം, ഇവൾ അപകടകാരിയായിരിക്കും. ഇവൾ എന്തിന് ഇവിടെ വന്നോന്നറിയാൻ നമുക്ക് ഇവളുടെ പിന്നാലെ പോയി നോക്കാം. കാര്യം ശരിയാ, പക്ഷേ അവൾ എന്തിനാണ് വന്നതെന്ന് അവൾക്കറിയില്ലല്ലോ. അല്ല, നമുക്കറിയില്ലല്ലോ. ഒരു പക്ഷേയുമില്ല. കാട് നമ്മുടെ വീടാണ്. ആരെയും നമ്മുടെ വീട്ടിൽ വന്ന് ശല്യം ചെയ്യാൻ അനുവദിക്കരുത്. നാട്ടിലുള്ളവർ കാട്ടിൽ വന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ എനിക്കാവില്ല. Come on, follow me. അയ്യോ, എന്തൊരു ആറ്റം! ഇവനെ ഞാൻ ഇന്ന് ശരിയാക്കും. സൂക്ഷിച്ച് അതിന്റെ തലമുണ്ടയ്ക്ക് തന്നെ കൊല്ലണം. ചുണ്ട, അവൾ രക്ഷപ്പെട്ടു. വേഗം വാ, അവൾ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല. ആ മരത്തിന് പുറകിൽ ആരോ ഉണ്ടെന്ന് തോന്നുന്നു. നമുക്കിവിടെ ഒളിച്ചിരിക്കാം. പുതിയ കാഴ്ച കാണിച്ചു തരാൻ. ഒരു പെൺകുട്ടിയല്ലേ അത്? വഴിതെറ്റി വന്നതാണെന്ന് തോന്നുന്നു. അവൾ നടന്നേ കാട് കയറിയതായിരിക്കും. ശരിയാ, ലവളമാരൊക്കെ കാട് കയറുന്നത് കരുതണം. അവർ നമ്മെ പിടിച്ചുകൊണ്ടുപോയി സോപ്പുണ്ടാക്കും. അനക്കമൊന്നും കാണുന്നില്ല. വാ, പോയി നോക്കാം. ഇനിയുള്ള ഓരോ കാലടിയും സൂക്ഷിച്ചു വേണം. അവളെ ഞാൻ ഇന്ന്... അയ്യോ, അല്ല, അന്നൻ എങ്ങോട്ടായി പൊങ്ങി പോകുന്നത്? പാതാളത്തിലേക്കോ? ഞാൻ പൊങ്ങിയതല്ല, ആരോ പൊക്കിയതാ. ഞാൻ പൊങ്ങിയതല്ല, ആരോ പൊക്കിയതാ. താഴേക്ക് ചാടിക്കോ. അവളുടെ കഥ ഇന്നത്തോടുകൂടി. ഇനി വൈകണ്ട, ഒരു അമ്പത് തുന്നം പിടിച്ചോ. ഈച്ച
ശരിയാക്കി തരാം. നീ നിന്റെ പണി നോക്കിക്കോ. എപ്പടി ചാടിക്കോ. ഹോഗയാ, എല്ലാം തീർന്നു. ഓടിക്കോടാ. എന്റെ ദൈവമേ, ഈ പെങ്കൊച്ച് നമ്മളെ ഇത്തിരി കുഴയ്ക്കും. അവളുടെ കയ്യും കാലും കെട്ടി എന്റെ മുന്നിൽ കൊണ്ടുവരണം. അയ്യോ, ഞാൻ ഒറ്റക്ക് പോവില്ല, നീയും വാ. ധിക്കാരം പറയുന്നോ? അതിന് ഞാനൊന്നും ചൊല്ലില്ലല്ലോ. എന്റെ ദൈവമേ, ഇന്നാകെ പുലിവാലാണല്ലോ. പുലിയോ? എവിടെ? പുലി മാങ്ങാത്തൊലി അല്ല പിന്നെ. വാചകം മുടിക്കാതെ അതാ ആ പാറപ്പുറത്ത് കയറി ആരെങ്കിലും നമ്മുടെ പിന്നാലെ വരുന്നുണ്ടോ എന്ന് നോക്ക്. ഹേയ്, ഇവിടെ എങ്ങും ഒരു ആനത്തനെയും ഇല്ല, ഒരുത്തന്റെ പൊടി പോലും കാണാനില്ല. നല്ല പഞ്ഞി പോലത്തെ പാറ. എന്താണിത്? പാറ അനങ്ങുന്നോ? ഇതനങ്ങാ പാറയല്ല, ആനപ്പാറയാ. അമ്മേ, ഹോഗയാ. ഇവർ വിമാനത്തിൽ നിന്ന് വീണതാണോ? ഹോഗയാ, എല്ലാം തീർന്നടേ. എന്തെങ്കിലും ബുദ്ധിയിറക്ക്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ കടുവാച്ചേട്ടനെ വളരെ അത്യാവശ്യമായി ഒന്ന് മീറ്റ് ചെയ്യാൻ വന്നതാ. ഈറ്റ് ചെയ്യാനോ? അല്ലല്ല, ഒന്ന് കാണാൻ വന്നതാ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ. കാട്ടിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. അവൾ കടുവാച്ചേട്ടനെ പിടിച്ചുകൊണ്ട് പോവാൻ വന്നതാണെന്നോ മറ്റോ പറയുന്നത് കേട്ടു. എന്നെ പിടിച്ചിട്ട് എന്ത് കാര്യം? കടുവയുടെ തോൽവിറ്റാൽ നല്ല വില കിട്ടുമെന്ന് അവൾ ആ കാട്ടാളന്മാരോട് പറയുന്നത് കേട്ടു. ഞാനും കേട്ടു. നീയും കേട്ടോ? കേട്ടു. കേട്ടോ കേട്ടാ? കേട്ടോ ചേട്ടാ? എല്ലാവരും കേട്ടു. കടുവയെ പിടിക്കാൻ കിടുവയോ? എവിടെയാവൾ? അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നാലും ഞങ്ങൾ കാണിച്ചു തരാം. അല്ല ചേട്ടാ, കടുവാതോലിനിപ്പം എന്നാ വില കിട്ടും? സൈലൻസ്, സൈലൻസ്. ദാ അവരതാ. അവളെവിടെ? എവൾ? അവൾ എന്റെ തോലെടുക്കാൻ വന്നവൾ. ഓ, അവളോ? ശരിയാണല്ലോ. അവൾ എവിടെ? സത്യം പറ. എന്റെ പൊന്നു കടുവച്ചേട്ടാ, സത്യമായിട്ടും ഞങ്ങൾ സത്യമാ പറയുന്നത്. നുണ പറയാൻ ഞങ്ങൾക്കറിയില്ല. സത്യം. നിങ്ങൾ കള്ളമല്ലേ പറഞ്ഞത്? സത്യം പറ. ഇന്നാ പിടിച്ചോ. കാര്യം തീർന്നു. ഇതെന്താ കുറുക്കം മഴയോ? നിങ്ങൾ സ്വർഗത്തിൽ നിന്നും നേരിട്ട് വന്നതാണോ? ചേട്ടാ നമസ്കാരം. ഞങ്ങൾ വളരെ അത്യാവശ്യമായി ഒരു കാര്യം പറയാൻ വന്നതാണ്. ഞങ്ങളെ വിശ്വസിക്കണം. സത്യമായിട്ടും ഞങ്ങൾ പറയുന്നത് സത്യമാണ്. സത്യം. നിങ്ങളെ രണ്ടുപേരെയും ഇന്ന് രാത്രി പിടിച്ചുകൊണ്ടുപോകാൻ ഒരു കടുവ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാര്യം തട്ടും. ഞാൻ എല്ലാത്തിനെയും തട്ടും. അയ്യോ, ചതിക്കല്ലേ. ഞങ്ങൾ സത്യമായിട്ട് ഒരു സത്യം പറഞ്ഞതാ. ഒരു പീക്കിരി കടുവ ഞങ്ങളെ തട്ടാണോ? അവൻ പീക്കിരി ഒന്നുമല്ല, മഹാപോക്കിരിയാ. ഇത് കണ്ടോ? അമ്പ്, വില്ല്, കുന്തം. കുന്തം ഇതുകൊണ്ട് എന്താ ചെയ്യാനാ?
ഇതുള്ളിടത്തോളം കാലം ഞങ്ങളെ ഒരുത്തനും തൊടില്ല. കടുവ ഞങ്ങളെ തട്ടുന്നതിന് മുമ്പ് അവനെ ഞങ്ങൾ തട്ടും. തട്ടി തട്ടി തട്ടും. എപ്പടി? മുത്തശ്ശി മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, മാല കോർത്ത് തന്നേനെ, ഓലപ്പീപ്പിയുണ്ടാക്കി തന്നേനെ, ഓലപ്പീപ്പിയുണ്ടാക്കി തന്നേനെ. മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, മാല കോർത്ത് തന്നേനെ, ഓലപ്പീപ്പിയുണ്ടാക്കി തന്നേനെ, ഓലപ്പീപ്പിയുണ്ടാക്കി തന്നേനെ. മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മുത്തശ്ശി മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നെങ്കിൽ, മാല കോർത്ത് തന്നേനെ, ഓലപ്പീപ്പിയുണ്ടാക്കി തന്നേനെ, ഓലപ്പീപ്പിയുണ്ടാക്കി തന്നേനെ. മുത്തശ്ശി മുത്തശ്ശി. ആരാത്? കരടിയമ്മാവ, എന്റെ പേര് ഐഷ. ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. ഏത് മുത്തശ്ശി? ദാ ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്. അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. അങ്ങോട്ട് പോവാൻ അമ്മാവൻ എന്നെ സഹായിക്കുമോ? അയ്യോ കുഞ്ഞേ, എന്റെ കണ്ണിന് കാഴ്ചയില്ല. കണ്ടില്ലേ? ഏതായാലും സാരമില്ല, ഞാനും കൂടെ വരാം. ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ പാടില്ല. എപ്പോഴാണ്? എന്താണ് ശബ്ദം? അതോ, അത് ആനറാഞ്ചി പക്ഷി കരയുന്നതാ. ആനറാഞ്ചി പക്ഷിയോ? ഒറ്റക്കിറങ്ങി പുറപ്പെട്ട മോളുടെ ധൈര്യം സമ്മതിക്കണം. ഈ കാട്ടിലൂടെ ഒറ്റയ്ക്ക് നടക്കാൻ ആരും ധൈര്യപ്പെടില്ല. എല്ലാവർക്കും ആനറാഞ്ചി പക്ഷിയെ പേടിയാ. അതിന്റെ ഉള്ളിലെങ്ങാൻ പെട്ടുപോയാൽ
ഏതായാലും മോള് തിരിച്ചു പോകുന്നതായിരിക്കും നല്ലത്. മുത്തശ്ശിയെ കാണാതെ ഞാൻ തിരിച്ചു പോകില്ല. മോൾക്ക് മുത്തശ്ശിയെ കാണാൻ അത്രയ്ക്ക് കൊതിയുണ്ടോ? ഒരു വെടിക്ക് 2-3 പക്ഷി. ആരാ മോളെ ചിരിച്ചത്? നിങ്ങൾ എന്നെ പിടിച്ചു കൊണ്ടുപോകാൻ ഇറങ്ങി പുറപ്പെട്ടതാണല്ലേ? അല്ല ചേട്ടാ, ഞങ്ങൾ മുത്തശ്ശിയെ കാണാൻ പോവുകയാ. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? നമ്മൾ മൂന്നാളും കൂടി നമ്മുടെ വകവരുത്താൻ സൂത്രം ആലോചിക്കുകയാ. എപ്പടി അവരെങ്ങാനും നമ്മളെ കണ്ടാൽ നമ്മുടെ കാര്യം അതോടെ തീർന്നു. ദാ ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്. അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ദാ അവിടെ. ഹോ ദയ, ഇനി രക്ഷയില്ല. തമ്പി ചതിച്ചു. അവൻ നമ്മെ കണ്ടു. ഇനി എന്ത് ചെയ്യും? ഇനി ഒരൊറ്റ വഴിയേ ഇരിക്കുന്നുള്ളൂ. നേരിട്ട് ചെന്ന് കടുവസേട്ടന്റെ കാല് പിടിച്ച് മാപ്പ് சொல்லுക. തമ്പി, അത് തന്നെ വഴി. ഓഹോയ് 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 ഓഹോയ്. നിങ്ങളെല്ലാവരും എന്നെ പിടിച്ചു കൊണ്ടുപോവാൻ വന്നതാണല്ലേ? അണ്ണന്മാരെ, എന്നെ ഒന്നും ചെയ്യരുത്. ഞാനൊരു പാപമാണ്. എന്റെ തോല് ഒന്നിനും കൊള്ളില്ല. എന്നെ വിട്ടേക്കണേ. അത് പിന്നെ പറയണോ? തന്നെയും ഒന്നിനും കൊള്ളില്ലല്ലോ. എന്നെ ഒന്നും ചെയ്യരുത്. പ്ലീസ് പ്ലീസ്. കടുവ ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞില്ലേ? ഇവൾ എന്താണ് ഈ പറയുന്നത്? ഒന്നുമേ தெரியாது. എന്നാലേ കടുവച്ചേട്ടൻ അണ്ണന്മാരെ തട്ടാനും വന്നതല്ല, അണ്ണന്മാർ കടുവച്ചേട്ടനെ തട്ടാനും വന്നതല്ല. ആരും ആരെയും തട്ടില്ല, മുട്ടില്ല. ഞങ്ങൾ സത്യമായിട്ട് നുണ പറഞ്ഞതാ. അല്ല, സത്യമായിട്ട് മോളെന്തിനായി കാട്ടിൽ വന്നത്? ഞാൻ പറഞ്ഞു തരാം. അവൾ മുത്തശ്ശിയെ കാണാൻ വന്നതാ. ഏത് മുത്തശ്ശി? ദാ ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമില്ലേ? അവിടെയുള്ള മുത്തശ്ശി. പക്ഷേ ഇവൾക്ക് അങ്ങോട്ട് പോകാൻ വഴി അറിയില്ല. നിങ്ങൾ അവളെ ഒന്ന് സഹായിക്കണം. സഹായിക്കാനോ? ഏയ്, ഞങ്ങളില്ല. അവിടെ ആനറാഞ്ചി പക്ഷിയുണ്ട്. ആരുമില്ലെങ്കിൽ വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പോകും. എനിക്ക് മുത്തശ്ശിയെ കാണണം, എന്തായാലും കാണണം. ഏയ്, അത് വേണ്ട. മോളുടെ കൂടെ ഞങ്ങൾ വരാം. എന്നാ ഞാനും വരാം, നീയും വരാം. കടുവച്ചേട്ടൻ വരുന്നോ? ഞാൻ വരുന്നില്ല. ഇവിടെ എങ്ങനെ ഒറ്റക്ക് നിന്നാൽ ആനറാഞ്ചി പക്ഷി വന്ന് കൊത്തിക്കൊണ്ടു പോകും. നിങ്ങൾക്ക് അത്ര പേടിയാണെങ്കിൽ ഞാനും വരാം. അമ്മേ. എന്താണത്? അതാണ് ആനറാഞ്ചി പക്ഷി. ഞാനില്ലെങ്കിൽ കാണാമായിരുന്നു. എന്നെ കണ്ടതുകൊണ്ടാ, അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം. ചുമ്മാതിരിയുടെ മോള് കേട്ടിട്ടില്ലേ ആനറാഞ്ചി പക്ഷിയെ പറ്റി? വലിയ കണ്ണും കൂർത്ത നഖവും അരുപരുത്ത കാലുകളുമുള്ള ഒരു വലിയ പക്ഷി. അത് മുത്തശ്ശിയെ പിടിച്ചു വെച്ചിരിക്കുകയാ. മുത്തശ്ശിയെ കാണാൻ പോയാൽ നമ്മളിൽ അത് കൊത്തി തിന്നോ. മുത്തശ്ശിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല, പക്ഷെ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്ത്? വേറെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട്.
എല്ലാവരും നിൽക്ക്. ആരും പേടിക്കരുത്, ഞാനും പേടിക്കരുത്. എന്ത് തന്നെ സംഭവിച്ചാലും എല്ലാവരും എന്റെ മുന്നിൽ ആറ പോലെ ഉറച്ചു നിൽക്കണം. ദൈവമേ, എന്റെ മോളെ. നീ ഏതാ മോളെ? എന്താ ഈ കാട്ടിൽ? ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? ആ മുത്തശ്ശി മലയുടെ മുകളിൽ ഒരു അത്ഭുത വൃക്ഷമുണ്ട്. അവിടെ ഒരു മുത്തശ്ശിയുണ്ട്. ഞാൻ മുത്തശ്ശിയെ കാണാൻ വന്നതാ. നിങ്ങൾ എന്നെ സഹായിക്കുമോ? പിന്നെന്താ, സഹായിക്കാമല്ലോ. മുത്തശ്ശി മലയുടെ അടുത്ത് വരെ ഞങ്ങൾ മോളുടെ കൂടെ വരാം. കരടിച്ചേട്ടൻ വരുന്നില്ലേ? ഇല്ല മോളെ, എനിക്കിനി നടക്കാൻ വയ്യ. എങ്കിൽ ശരി അമ്മാവ. വണ്ടി നിർത്തേ, ആള് കയറാനുണ്ടേ. ഒരാനപ്പുറത്ത് കയറി യാത്ര ചെയ്യണമെന്ന് ഒത്തിരി നാളായി വിചാരിക്കുന്നു. വണ്ടി പോട്ടെ, വണ്ടി പോട്ടെ. ആനച്ചേട്ടന് ഈ കാട് മുഴുവൻ പരിചയമുണ്ടോ? ഞാൻ ഈ കാട്ടിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല. ഞങ്ങൾക്ക് ഈ കയറ്റം കയറാനാവില്ല. മാത്രമല്ല അവിടെ ഒരു അനറാഞ്ചി പക്ഷിയുമുണ്ട്. എനിക്ക് പേടിയാകുന്നുണ്ടോ എന്നൊരു സംശയം. നീ ധൈര്യമായിരിക്കും, ഇത് കണ്ടോ? സൂക്ഷിച്ചു പോകണം. ദൈവം നിങ്ങൾക്ക് കാവലുണ്ടാവും. വാ, നമുക്ക് പോകാം. എന്നെ കൊണ്ട് ഇനി ഒരടി നടക്കാൻ വയ്യ. ഒരു അടി വെച്ച് നന്നാറുണ്ടല്ലോ. അല്ലെങ്കിൽ താൻ ഇവിടെ ഇരിക്കി, ഞങ്ങൾ പോയിട്ട് വരാം. ഒരു വലിയ ഗുഹ. ചിലപ്പോൾ മുത്തശ്ശി ഇതിനുള്ളിലായിരിക്കും. ഇനിയുള്ള ഓരോ കാലടിയും സൂക്ഷിച്ചു വേണം. ഇത്ര പെട്ടെന്ന് രാത്രിയായോ? ആമാ, അതാ മുത്തശ്ശിയുടെ അത്ഭുത മരം. അത് തന്നെ പൂമ്പാറ്റക്കെന്ന് പറഞ്ഞ അത്ഭുത മരം. അതിനുള്ളിലായിരിക്കും മുത്തശ്ശി. എവിടെ ആനറാഞ്ചി പക്ഷി? എവിടെ? എവിടെയും കാണാനില്ല. ചിലപ്പോ എന്നെ കണ്ട് പേടിച്ച് പോയിട്ടുണ്ടാകും. ആനറാഞ്ചി പക്ഷി വന്നാൽ ഇത് കണ്ടോ,
ഒറ്റ വെടിയാ. ഡിഷും ഡിഷും ഠേ ഠേ. പിന്നെ അവന്റെ പൊടി പോലും കാണില്ല. സൂക്ഷിച്ച് സൂക്ഷിച്ച്. നമ്മുടെ പൊടി പോലും കിട്ടില്ല. പൂമ്പാറ്റ പെണ്ണോ? ജുഗ്നു, ഐഷ, ഞാൻ പൂമ്പാറ്റ പെണ്ണിന്റെ മുത്തശ്ശിയെ കാണാൻ വന്നതാ. മുത്തശ്ശിയെ കാണാനോ? ആനറാഞ്ചി പക്ഷി ഞങ്ങളെ ഉപദ്രവിക്കാൻ നോക്കി. ആനറാഞ്ചി പക്ഷി മുത്തശ്ശിയെയും ഉപദ്രവിക്കുമോ? ആനറാഞ്ചി പക്ഷി മുത്തശ്ശിയെ ഒന്നും ചെയ്യില്ല. മുത്തശ്ശിക്ക് ആപത്തൊന്നും വരാതെ നോക്കുന്നത് ആനറാഞ്ചി പക്ഷിയാണ്. എനിക്ക് മുത്തശ്ശിയെ കാണാൻ പറ്റില്ലേ? എനിക്ക് മുത്തശ്ശിയെ കാണണം. ഇവർ മുത്തശ്ശിയെ കാണാൻ വന്നതാ, ഉപദ്രവിക്കാനല്ല. മുത്തശ്ശി, മുത്തശ്ശി, വാ, ഇങ്ങ് അടുത്ത് വാ മോളെ, മുത്തശ്ശിന്ന് കാണട്ടെ. ഐഷ എന്നല്ലേ നിന്റെ പേര്? ആ, മുത്തശ്ശിയെ കാണാൻ ഞാൻ എത്ര നാളായി ആഗ്രഹിക്കുന്നു. എന്തിന്? എനിക്ക് ആരുമില്ല. കഥ പറഞ്ഞു തരാനും പാട്ട് പാടി തരാനും ആരുമില്ല. ഞാനിനി മുത്തശ്ശിയെ വിട്ട് എങ്ങോട്ടും പോവില്ല. അതെന്താ നിനക്ക് ആരുമില്ലെന്ന് പറഞ്ഞത്? എനിക്ക് ഉമ്മയില്ല. ഞാൻ എന്റെ അമ്മായിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അമ്മായിക്ക് എന്നെ ഇഷ്ടല്ല. എപ്പോഴും വഴക്ക് പറയും. എന്നെ കൊണ്ട് കുറേ ജോലികൾ ചെയ്യിക്കും. എനിക്ക് ദേഷ്യം അമ്മായിയോട്. അങ്ങനെ ഒന്നും പറയരുത്. ആരോടും ദേഷ്യവും കാണിക്കരുത്. നല്ല മനസ്സുള്ളവരെ ദൈവം സഹായിക്കും. അവരെ എല്ലാവരും ഇഷ്ടപ്പെടും. മുത്തശ്ശി, മോൾക്ക് ഒരു കഥ പറഞ്ഞു തരാം. നിന്നെപ്പോലെ ദുഃഖിച്ചിരുന്ന ഒരു പെൺകുട്ടിയെ ദൈവം സഹായിച്ച കഥ കേൾക്കണോ? കേൾക്കട്ടെ, കേൾക്കട്ടെ.
പണ്ട് പണ്ട് ഒരു നാട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മുന്നയുടെ മനസ്സ് വളരെ നല്ലതായിരുന്നു. മുന്നക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നു, ജുന്ന, ഒരു മടിയത്തിക്കുട്ടി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അമ്മ പറഞ്ഞു, എടി മുന്നേ, നീ കാട്ടിൽ പോയി കുറച്ച് വിറകടിച്ച് കൊണ്ടുപോവാ. മുന്നക്കാണെങ്കിലോ ഒറ്റക്ക് കാട്ടിൽ പോകാൻ പേടിയായിരുന്നു. അങ്ങനെ മുന്ന ഒറ്റക്ക് കാട്ടിലെത്തി ഒരു വലിയ മരത്തിൽ നിന്ന് വിറക് ഓടിച്ചു കൊണ്ടിരിക്കുമ്പോ എങ്ങനെയോ മുന്ന കാൽ വഴുതി നിലത്ത് വീണു. പാപം, വേദന സഹിക്കാൻ വയ്യാതെ അവൾ ആ മരത്തിന് ചുവട്ടിലിരുന്ന് കുറെ കടഞ്ഞു. അത്ഭുതം, ആ മരം പതുക്കെ കണ്ണു തുറന്ന് മുന്നേ നോക്കി. എന്നിട്ട് മരം പറഞ്ഞു, മോളെ, എനിക്ക് നന്നായി ദാഹിക്കുന്നു, കുറച്ച് വെള്ളം എടുത്തുകൊണ്ടുവന്ന് എന്റെ പേരുകളൊന്ന് നനച്ചു തരുമോന്ന് ചോദിച്ചു. ഓ, അതിനെന്താ, നനച്ചു തരാമല്ലോ. അവൾ ദൂരെയുള്ള അരുവിയിൽ നിന്ന് വെള്ളമെടുത്ത് മരത്തിന് ഒഴിച്ചു കൊടുത്തു. മരത്തിന് വളരെ സന്തോഷമായി. നല്ല മനസ്സുള്ളവർക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ. മരം പറഞ്ഞു, എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് പകരമായി ഞാൻ നിനക്കൊരു സമ്മാനം തരാം. എന്റെ ഈ വേദിനടിയിൽ ഒരു മൺകുടമുണ്ട്, അത് മോളെടുത്തോ. അങ്ങനെ മുന്നേ സന്തോഷത്തോടെ ആ നിധി എടുത്ത് മതത്തിന് നന്ദിയും പറഞ്ഞ് വീട്ടിലേക്ക് ഓടി. വീട്ടിലെത്തിയപ്പോൾ അമ്മ ദേഷ്യപ്പെട്ട് നിൽക്കുകയായിരുന്നു. എവിടെയായിരുന്നു ഇത്ര സമയം? എവിടെ വിറകെവിടെ? മുന്നേ സംഭവിച്ചതെല്ലാം അമ്മയോടും ജുന്നയോടും പറഞ്ഞു. അമ്മ മൺകുടം മെല്ലെ തുറന്നു നോക്കി. ആ അത്ഭുതം, അതിൽ എന്തായിരുന്നെന്ന്? വില പിടിച്ച മുത്തുമണികൾ. അത് കണ്ടപ്പോൾ അവളെ ചേർത്ത് പിടിച്ച് മുത്തം കൊടുത്തു. ഇത് കണ്ടപ്പോൾ ജുന്നക്കുണ്ടോ സഹിക്കുന്നു. അവൾക്കും മുന്നയോട് അസൂയ തോന്നി തുടങ്ങി. എനിക്കും നിധി കിട്ടണം. പിന്നെ കാട്ടിലേക്ക് ഓടി. അങ്ങനെ കാട്ടിലൂടെ കുറേ നടന്നപ്പോൾ അവൾ ആ മരം കണ്ടു. ഉടനെ ജുന്ന മരത്തിൽ വീണ് കരയാൻ തുടങ്ങി. എനിക്കും നിധി വേണം. മരം പറഞ്ഞു, ശരി മോളെ, എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു. മോള് പോയി കുറച്ച് വെള്ളമെടുത്ത് കൊണ്ടുവന്ന് എന്റെ വേദികൾ നനച്ചു തരാമോ എന്ന് ചോദിച്ചു. ജുന്നക്ക് ദേഷ്യം വന്നു. എനിക്കതിനൊന്നും പറ്റില്ല, എനിക്ക് വേഗം നിധി വേണം. നിധി തന്നില്ലെങ്കിൽ നിന്റെ കൊമ്പുകൾ ഞാൻ വെട്ടിമുറിക്കും. മരം പറഞ്ഞു, ശരി, എന്റെ ഈ വേദിനടിയിൽ ഒരു മൺകുടമുണ്ട്, അത് നീ എടുത്തോ. അവൾ വേഗം വേദിനടിയിൽ നിന്ന് മൺകുടം എടുത്തു. അത് തുറന്നു നോക്കാൻ അവൾക്ക് ധൃതിയായി. അങ്ങനെ മൺകുടം തുറന്നു നോക്കിയപ്പോൾ അവൾ പേടിച്ച് നിലവിളിച്ചു. അതിനുള്ളിൽ എന്തായിരുന്നെന്ന് അറിയാമോ? ഉഗ്രൽ വിഷമുള്ള ഒരു സർപ്പം, പെട്ടെന്ന് സർപ്പം ജുന്നയെ ആഞ്ഞു കൊത്തി. അവൾ നിലത്തു വീണ് പിരഞ്ഞു. ആർത്തിയും അസൂയയും മനസ്സിൽ സൂക്ഷിച്ച ജുന്ന അങ്ങനെ ആ കാട്ടിൽ കിടന്നു മരിച്ചു. ഇപ്പൊ മനസ്സിലായില്ലേ? ആർത്തിയും അസൂയയും ഒന്നും നല്ലതിനല്ല. നല്ല കുട്ടികളെ എല്ലാവരും സ്നേഹിക്കും. അവർക്ക് എപ്പോഴും സന്തോഷവും ഉണ്ടാവും. മുത്തശ്ശി എന്റെ കൂടെ വരുമോ?
എനിക്ക് ആരോടും ദേഷ്യമില്ല. എന്റെ അമ്മായിയോടും ദേഷ്യമില്ല. മുത്തശ്ശി, ഐഷ, 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 ഐഷ. മുത്തശ്ശി, മുത്തശ്ശി. എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? ഞാൻ മുത്തശ്ശിയെ കണ്ടു. പൂമ്പാറ്റക്കുഞ്ഞിന്റെ മുത്തശ്ശിയെ കണ്ടു. മുത്തശ്ശിയോ? മുത്തശ്ശി മോളോട് എന്താ പറഞ്ഞു? മുത്തശ്ശി എല്ലാവരെയും സ്നേഹിക്കാൻ പറഞ്ഞു. എല്ലാവരുടെയും മനസ്സിൽ നന്മയുണ്ട്, അതുകൊണ്ട് ആരെയും വെറുക്കരുതെന്നും പറഞ്ഞു. മുത്തശ്ശിയുണ്ടായിരുന്നെങ്കിൽ, ഒരു മുത്തശ്ശിയുണ്ടായിരുന്നെങ്കിൽ, മാല കോർത്ത് തന്നേനെ, ഓലപ്പീപ്പിയുണ്ടാക്കി തന്നേനെ, ഓലപ്പീപ്പിയുണ്ടാക്കി തന്നേനെ. മുത്തശ്ശിയുണ്ടാ